ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ സ്തോത്രം, റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. റോമൻസ് 8 വേഴ്സ് നമ്പർ 31 ഇങ്ങനെ പറയുന്നു. What shall we say about such wonderful things as these? If God is for us, who can ever be against us? Hallelujah. റോമൻസ് 8:31 വാക്യം ഇങ്ങനെ പറയുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയും? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? അപ്പൊ ഏതോ ഒരു കാര്യമുണ്ട്, ഏതോ ഒരു സംഭവമുണ്ട്, അതിനെ സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്തോത്രം. ഹലി എന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? സ്തോത്രം. ആരുമില്ല. അപ്പം എന്തോ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അതിശയിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് തൊട്ടുമേളില് അതിന്റെ റോമൻസ് 8 അതിന്റെ 29 വാക്യം പറയുന്നത്. സ്തോത്രം. 29-30 വാക്യം. അപ്പം 28 പറയുന്നു, റോമൻസ് 8:28 പറയുന്നു, എല്ലാം സകലതും വിളിക്കപ്പെട്ടവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും 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 നന്മയ്ക്കായിട്ട് മാത്രമേ കൂടി വ്യാപരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ തിന്മയ്ക്കായി കാണുന്നത്, തിന്മയായി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മോശമായി വിചാരിക്കുന്നത്, പുറമേ കണ്ടാലൊക്കെ തിന്മയായിരിക്കാം, അല്ലെങ്കിൽ തുടക്കം തിന്മ പോലെ ആയിരിക്കാം തോന്നുന്നത്. പക്ഷെ അതിനെയെല്ലാം സകലത്തിനെയും നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനെ സകലത്തിനെയും നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവ്. എന്നിട്ട് 29-30 വേഴ്സ് നമ്പർ 29-30 ഭയങ്കര വേഴ്സ് നമ്പർ 29 എന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 29-ാം തിരുവചനം. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നാം എന്ത് പറയേണ്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അപ്പൊ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു സംഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത് 29-നകത്ത്. റോമൻസ് 8:29. For God knew his people in advance. അന്ന് മലയാളത്തിൽ വായിച്ചേ. ദൈവം മുന്നറിഞ്ഞവരെ. മതി. ദൈവം മുന്നറിഞ്ഞവരെ. ഗോഡ് ന്യൂ ഹിസ് പീപ്പിൾ എന്ന് പറഞ്ഞ് ന്യൂ, അല്ല അറിഞ്ഞു, മുന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഗോഡ് ന്യൂ ഹിസ് പീപ്പിൾ ഇൻ അഡ്വാൻസ്. നമ്മള് ഏതൊരു ബന്ധത്തിനകത്തും വളരെ അമിതമായി അടുപ്പമുള്ള ബന്ധത്തിനകത്തെ പരസ്പരം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ, എനിക്കറിയാം. ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കുടുംബജീവിതം എടുക്കുന്നതെന്ന് വെച്ചാൽ കുടുംബജീവിതവും സ്വർഗവും കണക്റ്റഡ്, ഇന്റർകണക്റ്റഡ്. സ്വർഗത്തിലുള്ളതെല്ലാം ഭൂമിയിൽ എവിടെ വെളിപ്പെടുന്നതെന്നറിയോ? കുടുംബങ്ങൾക്കകത്തൂടെ വെളിപ്പെടുന്നത്. അതാ യേശു കർത്താവ് ഒരു കുടുംബത്തിനകത്ത് ജനിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി വീഴാമായിരുന്നു എവിടെയെങ്കിലും ഒന്നും. പക്ഷെ ഇറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കുടുംബം ത്തിനകത്ത് നമ്മൾ കാണുന്നത് ഓരോന്നിനകത്തും നമ്മളത് നേരെയാക്കാൻ ശ്രമിക്കുന്നതെല്ലാം നേരെയാക്കിയാൽ സ്വർഗത്തിലെ നന്മകൾ അനുഭവിക്കാൻ സാധിക്കും. അപ്പം അവിടെ നിൽക്കട്ടെ. അപ്പൊ തിരുവചനം പറയുന്നത് ഫോർ ഗോഡ് ന്യൂ ഹിസ് പീപ്പിൾ ഇൻ അഡ്വാൻസ്. ഒരു ഭാര്യയും ഭർത്താവും എടുത്താൽ, ഭാര്യ ഹസ്ബൻഡ് വീട്ടിൽ വന്ന ഉടനെ ചാടി കയറി എല്ലാം അങ്ങ് പറഞ്ഞു ധരിപ്പിക്കത്തില്ല, അല്ലേ? എന്നുവെച്ചാൽ അറിയാം, വീട്ടിലോട്ട് കയറി വന്ന സമയം എന്തെങ്കിലും പറഞ്ഞാൽ തല മൊത്തം നിറച്ചു വെക്കുന്നത്, അത് ആ വ്യക്തിയുടെ സ്വഭാവം അറിയാമെങ്കിൽ ആ വ്യക്തിക്ക് ദേഷ്യമുണ്ടാകും. അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ വന്ന വഴിയെ തന്നെ ഇറങ്ങി അങ്ങ് പോകും, അല്ലേ? അല്ലെങ്കിൽ മക്കളോടാണെങ്കിൽ പറഞ്ഞു, നിങ്ങൾ ഇപ്പം പറയണ്ട, അപ്പൻ ഇങ്ങനത്തെ മൂഡിലാണ് ഇപ്പം ഇരിക്കുന്നത്, നിങ്ങൾ ഇപ്പം പറയണ്ട, ഞാൻ പറയാം എപ്പോഴാ പറയണ്ടേ എന്നൊക്കെ ആ ഒരു ഇതല്ലേ. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാ ദേഷ്യമാവുന്നേ, എന്ത് പറഞ്ഞാലാ ദേഷ്യപ്പെടാത്തത്, ഇതൊക്കെ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതെങ്ങനെയാ അറിയുന്നത്? ഒരു ബന്ധത്തിൽ നിന്നാ അറിയുന്നത്. ആ ബന്ധത്തിനകത്ത് പരിചയമുണ്ട്, ബന്ധത്തിനകത്ത് സ്നേഹമുണ്ട്, ബന്ധത്തിനകത്ത് ഇഷ്ടങ്ങൾ അറിയാം. ഒരു അമ്മയും അമ്മയുടെ മകനോ മകളോ ആണെങ്കിൽ അമ്മയ്ക്കറിയാം എന്ത് പറഞ്ഞാലാ ദേഷ്യം ഉണ്ടാവുന്നേ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് പ്രതികരിക്കും എന്നൊക്കെ അറിയാം, അല്ലേ? അപ്പൊ തിരുവചനം പറയുന്നു, ദൈവത്തിന് തൻ്റെ ജനത്തിനെ മുന്നമേ അറിയാം. എന്ത് ചെയ്താലാണ് ഇവർക്ക് ക്ഷീണം ഉണ്ടാവുന്നേ, എന്ത് പറഞ്ഞാലാണ് ഇവർക്ക് ഉത്സാഹം ഉണ്ടാവുന്നേ, എന്ത് കൊടുത്താലാണ് ഇവര് ഒന്നും കൂടെ ഒന്ന് ഓടുന്നത്, അല്ലെ?
എവിടം വരെയാണ് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നത്. ഗോഡ് ന്യൂ ഹിസ് പീപ്പിൾ ഇൻ അഡ്വാൻസ്. എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പേ ഇവരെ ദൈവത്തിന് അറിയാം. ആൻഡ് ഹി ചോസ് ദം ടു ബി ലൈക്ക് ഹിസ് സൺ എന്ന് മലയാളത്തിൽ വായിച്ച് 29 തന്നെ. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. മതി. ആൻഡ് ഹി ചോസ് ദം ടു ബിക്കം ലൈക്ക് ഹിസ് സൺ. ഹല്ലേലൂയ. അപ്പൊ അറിഞ്ഞവരെ അല്ലെങ്കിൽ ബന്ധമുള്ളവരെ, ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ളവരെ എന്താ ദൈവം ചെയ്തത്? അവരെ തെരഞ്ഞെടുത്തു. എങ്ങനെയാ തെരഞ്ഞെടുത്തത്? തന്റെ പുത്രനെ പോലെ ആയിത്തീരുവാൻ. ഇന്നൊന്ന് പറഞ്ഞേ, എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ, എന്നെ യേശുവിനെ പോലെ ആകാനാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടോ? ടു ബിക്കം ലൈക്ക് ഹിസ് സൺ. ഫോർ ഗോഡ് knew his people in advance and he chose them to become like his son. അപ്പൊ മുന്നമേ അറിഞ്ഞു. ഹല്ലേലൂയ. അറിഞ്ഞവരെ എന്ത് ചെയ്തു? കർത്താവ് തെരഞ്ഞെടുത്തു. എങ്ങനെ തെരഞ്ഞെടുത്തു? തന്റെ പുത്രനെ പോലെ ആയിരിക്കുവാൻ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. so that his son would be the firstborn among many brothers and sisters. എങ്ങനെയാ തെരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. നമ്മുടെ മൂത്ത സഹോദരനായി തെരഞ്ഞെടുത്തു കർത്താവിനെ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാരും കൊച്ചനിയന്മാരും അനിയത്തിമാരുമോ? ഇതൊന്ന് ഈ ചിന്ത അകത്തേക്ക് കയറിയാൽ ഒരുപാട് കാര്യങ്ങൾ നേരെയാവും. അപ്പം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മുന്നമേ തെരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തു. നമ്മളെ നന്നായിട്ട് അറിഞ്ഞിട്ടാ തെരഞ്ഞെടുത്ത്. എന്നുവെച്ചാൽ നമ്മളോട് ഭയങ്കര ഒരു ബന്ധമുണ്ടായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കുക മാത്രമല്ല, ഹല്ലേലൂയ, നമ്മളെ തെരഞ്ഞെടുത്തത് തന്റെ ഏകജാതനായ പുത്രനെ പോലെയാകുവാൻ, ക്രിസ്തുവിനെ പോലെയാകുവാൻ. ഹല്ലേലൂയ. എന്നിട്ട് സ്തോത്രം, എങ്ങനെയാ തെരഞ്ഞെടുത്തത്? യേശു കർത്താവ് എല്ലാവരെക്കാട്ടിലും മൂത്ത സഹോദരനും നമ്മൾ ഓരോരുത്തരും തൊട്ടു പുറകെയുള്ള കൊച്ചനിയന്മാരും അനിയത്തിമാരും. വണ്ടർഫുൾ അല്ലെ? ഒരു കുടുംബത്തിനകത്ത് അപ്പനായ പിതാവായ ദൈവവും ഹല്ലേലൂയ തന്റെ മക്കളായ യേശു കർത്താവും നമ്മൾ ഓരോരുത്തരും മക്കളായും നമ്മളെ തെരഞ്ഞെടുത്തു. സ്തോത്രം. അത് മലയാളത്തിൽ നിന്ന് വായിച്ചേ. 29 ഒന്ന് ഫുൾ മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ഇത് തന്റെ പുത്രൻ അനേക സഹോദരൻ. 29 മൊത്തം. For God knew his തന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചു. അപ്പൊ 30 നിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ 29 അകത്ത്, നമ്മുടെ അകത്ത് അത് വലിയൊരു പ്രത്യാശ ഉണ്ടാക്കണം. ഞാൻ കർത്താവിന്റെ മകളും മകനുമാണ്. എന്നെ മുന്നമേ തെരഞ്ഞെടുത്തിരിക്കുവാണ്. സ്തോത്രം. എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവിനെ പോലെ ആകാനാണ്. സ്തോത്രം. ഞാൻ ഈ തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ ഞാൻ യേശു കർത്താവിന്റെ അനിയനും അനിയത്തിയും ആയി ജീവിക്കാനാ. വണ്ടർഫുൾ. ഒരു കുടുംബമാ. സ്വർഗം ഒരു കുടുംബമാ. ഹല്ലേലൂയ. ഇത് പലപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. പക്ഷെ ദൈവവചനം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്താൽ, ഇത് തിരിച്ചറിഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകും നമുക്ക്. സ്തോത്രം. ഏത് സമയവും എനിക്ക് കയറി ചെല്ലാം. യേശു കർത്താവിനോട് എനിക്ക് ബന്ധം പുലർത്താൻ സാധിക്കും. കണ്ടിട്ടുണ്ടോ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കുടുംബത്തിനകത്ത് എങ്ങനെയാന്ന്? ഭയങ്കര സ്നേഹബന്ധമാ അല്ലേ? തുറന്ന് സംസാരിക്കും. ഭയങ്കര കൂട്ടാ. അവർക്ക് പിന്നെ വേറെ ആരും വേണ്ട. കൂടപ്പിറപ്പുകള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മൂന്നാമതും നാലാമതും വേറെ ആൾക്കാരൊന്നും വേണ്ട. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാ. വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധമാ. ആർക്കും തകർക്കാൻ പറ്റാത്ത ബന്ധമാ. ഹല്ലേലൂയ. ഭയങ്കര സ്നേഹത്തിന്റെ ബന്ധമാ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സഹോദരനും സഹോദരിയും. ഹല്ലേലൂയ. 30 പറയുന്നു, ആൻഡ് ഹാവിംഗ്, അപ്പൊ തെരഞ്ഞെടുത്തു. എങ്ങനെ തെരഞ്ഞെടുത്തു? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തു. ആൻഡ് ഹാവിംഗ് ചോസൻ ദം ഹി കോൾഡ് ദം ടു കം ടു ഹിം, ആൻഡ് ഹാവിംഗ് കോൾഡ് ദം ഹി ഗേവ് ദം റൈറ്റ് സ്റ്റാൻഡിംഗ് വിത്ത് ഹിംസെൽഫ്, ആൻഡ് ഹാവിംഗ് ഗിവൻ ദം റൈറ്റ് സ്റ്റാൻഡിംഗ് ഹി ഗേവ് ദം ഹിസ് ഗ്ലോറി. 3 കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്ന് ഇങ്ങനെ ഉയർച്ചയാ. ഒന്ന്, അവരെ തെരഞ്ഞെടുത്തിട്ട് അവരെ അവനിലേക്ക് വിളിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. സ്തോത്രം. 2 പറഞ്ഞേ, ഹല്ലേലൂയ, എന്നെ വിളിച്ചതാ. സ്തോത്രം.
3, and having called them, he gave them right standing with himself. എന്നെ നീതീകരിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 4 പറഞ്ഞേ, ഞാൻ and he gave them his glory. എൻ്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഉണ്ട്. 4 കാര്യങ്ങൾ. 1, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക. 2, ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയാ. 3, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. 4, ഹല്ലേലൂയ, ഞാൻ തേജസ് അണിഞ്ഞിരിക്കുന്ന വ്യക്തിയാ എന്ന് വായിച്ച മലയാളത്തില് 30. മുൻ നിയമിക്കപ്പെട്ടതാ. സ്തോത്രം. ഞാൻ വിളിക്കപ്പെട്ടതാ. വിളിച്ചവരെ നീതീകരിച്ചു. ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. സ്തോത്രം. നീതീകരിച്ചവരെ തേജസ്കരിച്ചു. ഞാൻ തേജസ് ഉള്ള വ്യക്തിയാ. തെരഞ്ഞെടുത്തെന്ന് എല്ലാവർക്കും അറിയാം. വിളിക്കപ്പെട്ടതെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം. സ്തോത്രം. അതാ ഒരു കുടുംബത്തിനകത്തുനിന്ന് ചിലപ്പം ഒരാളെ വിളിക്കും, അല്ലെ? വിളിച്ച് വേർതിരിക്കും. അവരെ പുറത്തിറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ പുറത്തേക്ക് ഇറക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചു, തെരഞ്ഞെടുത്തു. 3, തിരുവചനം പറയുന്നു നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ മേൽ കുറ്റമില്ല, പാപമില്ല, ശാപമില്ല. ഒരു ജനിച്ചു വീണ ഒരു പുതിയ കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെത് ഞാൻ ആയി കഴിയുമ്പോൾ എൻ്റെ സകല പാപവും ശാപവും മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാകുന്ന വരെയും ഉള്ള സകല പാപത്തിന്റെയും ഒരു റെക്കോർഡും ഇല്ല. യേശുവിന്റെ രക്തത്താൽ അതെല്ലാം കഴുകി മാറ്റി. ഇനി ദൈവസന്നിധിയില് ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് നീ പണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു റെക്കോർഡുമില്ല. എൻ്റെ ദൈവം ക്ഷമിച്ചാൽ ക്ഷമിച്ചതാ, മറന്നു കളയത്തക്ക വണ്ണം ക്ഷമിച്ചതാ. നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും ഹല്ലേലൂയ, എൻ്റെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റി എന്നെ കുറ്റമില്ലാത്ത വ്യക്തിയാക്കി ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുക. നീതീകരിക്കപ്പെട്ട വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നതിന് വേഗത്തില കർത്താവ് കേൾക്കുന്നത്. ഹല്ലേലൂയ. അതിന് തടസ്സമില്ല, താമസമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നത് വേഗത്തില. നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. സ്തോത്രം. എന്നിട്ട് നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് എന്ത് ദൈവം കൊടുത്തു? തേജസ് കൊടുത്തു. ഹല്ലേലൂയ. ആരുടെ തേജസ്സാ കൊടുത്തേന്നറിയോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ അതേ തേജസ്, യേശു അണിഞ്ഞിരിക്കുന്ന അതേ തേജസ്. അതാ 29 പറഞ്ഞത്, യേശുവിനെ പോലെ. ഹല്ലേലൂയ. യേശുവിന്റെ സഹോദരനായി യേശുവിന് കൊടുത്ത അതേ തേജസ് ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് വചനം പറയുന്നത്. നാം എന്ത് ഇതിനെക്കുറിച്ച് പറയേണ്ടു? ഹല്ലേലൂയ. 8:31. ഇത് ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. എന്നെ ദൈവ തേജസ് അണിഞ്ഞിരിക്കുന്നു. ഇതൊന്ന് പറഞ്ഞേ, ഇത് ഭയങ്കര അത്ഭുതമാ. ഹല്ലേലൂയ. ഇതൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവ തേജസ് അണിഞ്ഞ ഒരു വ്യക്തിയാ. നമ്മുടെ തേജസ് നമ്മുടെ കൊടുക്കൽ വാങ്ങലിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഒന്നും ഈ തേജസ്സിനൊരു കോട്ടം വരാൻ അനുവദിക്കല്ലേ. തേജസ്സിനൊരു മങ്ങം വരാൻ അനുവദിക്കല്ലേ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇതിനെക്കുറിച്ച് എന്തു പറയണ്ടു? എന്നിട്ട് അടുത്ത വാക്യത്തിനകത്ത് പറയുക, ഹല്ലേലൂയ, ആ 31 പറയാ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര് നിൽക്കും? അപ്പൊ നമ്മള് പെട്ടെന്ന് പറയത്തില്ലേ, ദൈവം എനിക്ക് അനുകൂലമാ, പ്രതികൂലം ആര് നിൽക്കും? സ്തോത്രം. ഇതിങ്ങനെ പറയുമ്പോ ഓർക്കണം, എനിക്ക് പ്രതികൂലം ആർക്കും നിൽക്കാൻ സാധിക്കാതെ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയാ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് അണിഞ്ഞ വ്യക്തിയാ. സ്തോത്രം. ദൈവം നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. അതുകൊണ്ട് പിശാചിന് പോലും എന്നെ നോക്കി കുറ്റം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കുറ്റമില്ലാത്തവരും, ആരും അവിടെ ശ്രമിക്കേണ്ട, കുറ്റമില്ലാത്തവരും പാപമില്ലാത്തവരും നിഷ്കളങ്കരും നീതീകരിക്കപ്പെട്ടവരുമായി ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകള് പെട്ടെന്ന് വേഗത്തില നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത്, തടസ്സങ്ങൾ നീങ്ങി മാറുന്നത്, അത്ഭുതകരവും അതിശയവുമായ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. 33 തിരുവചനം പറയുന്നു, who dares accuse us whom God has chosen for his own? No one, for God himself has given us right standing with himself. അതാ വചനത്തിന്റെ എക്സ്റ്റൻഷൻ. 33 ഒന്ന് വായിച്ച്. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമക്കും? ഹല്ലേലൂയ. ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ
ആർക്കും എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. പലപ്പോഴും കുടുംബങ്ങൾക്കകത്തൊക്കെ, അല്ലെങ്കിൽ സഭകൾക്കകത്ത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, സമൂഹത്തിലൊക്കെ പലവരെയും കുറ്റം വിധിക്കും പലവരും, അല്ലെ? വീടിനകത്തൊക്കെ വളരെ എളുപ്പമാണ് ബന്ധങ്ങൾക്കകത്തൊക്കെ കുറ്റപ്പെടുത്തലുണ്ടാകും. നിങ്ങൾ അല്ലേലും അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ എല്ലാം കൊണ്ടൊന്ന് കളഞ്ഞില്ലേ, അങ്ങനെയൊക്കെ ഓരോ കുറ്റപ്പെടുത്തലുണ്ടാകും, അല്ലെ? ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ കുറ്റം പറയുന്നത് വെറും വ്യർത്ഥമാണ്. അവർ വെറുതെ ചുറ്റിനും നിന്ന് നിങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറ്റത്തിന്റെ വാക്യങ്ങൾ പറയുന്ന, ഇന്ന് ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുന്നുണ്ടോ, അവിടെ നിന്ന് പറയണം, ഇത് പിശാചിന്റെ ജോലിയാ, അല്ല ദൈവത്തിന്റെ ജോലിയല്ല. ദൈവം കുറ്റപ്പെടുത്തത്തില്ല. ബോധ്യമുണ്ടോ? എന്നെ തെരഞ്ഞെടുത്തതാണ്. ഇന്നൊന്ന് പറഞ്ഞ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞ്. ഞാൻ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ കുറിച്ച് ദൈവവചനം പറയുന്നു, നീതീകരിക്കപ്പെട്ടതാ. ഹല്ലിയ. റോമൻസ് 8:30. ഹല്ലിയ. നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആർക്കും നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവിടെ നിന്നിട്ട് പറയണം, ഇത് പിശാചിന്റെ തന്ത്രമാ. ഹല്ലിയ. ഇതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുന്നു. സ്തോത്രം. ആരെങ്കിലും നിങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങളെ കുറ്റം പറയുവാണെങ്കിൽ, കുറ്റപ്പെടുത്തൽ എന്ത് കൊണ്ടിരുന്നു? നിരാശ കൊണ്ടിരുന്നു, അല്ലെ? കുറ്റപ്പെടുത്തൽ സംശയം കൊണ്ടിരുന്നു. കുറ്റപ്പെടുത്തൽ വലിയ ഭയവും സങ്കടവും ഒക്കെ കൊണ്ടിരുന്നു. അത് ദൈവത്തിന് ഹിതമല്ലാത്ത സ്വഭാവങ്ങളും അന്തരീക്ഷങ്ങളും കെട്ടിപ്പണിയുന്നു. അവിടെ നിന്ന് അതിനെ നിർവീര്യമാക്കണം. സ്തോത്രം. എവിടെങ്കിലും ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിമിഷം നിന്നിട്ട് ഈ വാക്യം എടുത്ത് ഉപയോഗിക്കണം. സ്തോത്രം. വചനം എടുത്ത് പ്രാർത്ഥിക്കാൻ പഠിക്കണം. അവിടെ നിന്നിട്ട് പറയണം, ഇല്ല, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ, ദൈവം എന്നെ വിളിച്ച വ്യക്തിയാ, ദൈവം എന്നെ നീതീകരിക്കപ്പെട്ടതാ. സ്തോത്രം. അല്ലെ, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ആർക്കും എന്നെ കുറ്റം ചുമക്കാൻ സാധിക്കത്തില്ല. ഇത് പിശാചിന്റെ തന്ത്രമാ. ഈ കുറ്റപ്പെടുത്തുന്നതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാനിതിനെ നിർവീര്യമാക്കുന്നു, അതിനെ ഇല്ലാതാക്കുന്നു എന്ന് പറയണം. വിളിച്ചു പറയണം. സ്തോത്രം. വചനം പറയണം. എന്നിട്ട് പറയണം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് എതിരായി, എനിക്ക് പ്രതികൂലമായി ആരും നിൽക്കത്തില്ല. 8:33 പറയുന്നു, ആർക്കാ എന്നെ കുറ്റപ്പെടുത്താൻ ധൈര്യം? ഹല്ലിയ. ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, ദൈവം എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, ഹല്ലിയ, ആർക്കെന്നെ കുറ്റപ്പെടുത്താൻ സാധിക്കും? 33 വായിച്ചേ. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമക്കും? ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചേ. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ 34. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. So who then will condemn us? ആര് എന്നെ കുറ്റം വിധിക്കും? No one can condemn us. Hallelujah. ഇതിനെക്കുറിച്ച് വളരെ ബോധമുള്ളവരായിരിക്കണം, വളരെ ധൈര്യമുള്ളവരായിരിക്കണം. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഹല്ലിയ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. സ്തോത്രം. വിളിച്ചു പറഞ്ഞേ, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തി. എന്റെ മേൽ കുറ്റമില്ല, എന്റെ മേൽ ശാപമില്ല. സ്തോത്രം. ഹല്ലിയ. വിളിച്ചു പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആരും നിൽക്കത്തില്ല. സ്തോത്രം. എന്റെ മേൽ കുറ്റമില്ല, പക്ഷെ എന്റെ മേൽ എന്തുവാ പകരമിരിക്കുന്നത്? എന്റെ മേൽ പകരമിരിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സായിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ദൈവ തേജസ്സാൽ അണിയിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ഹല്ലേലൂയ, എന്നെ ആർക്കും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. എന്റെ അനുഗ്രഹങ്ങള് പുറകെ പുറകെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്നൊന്ന് പറയട്ടെ, ആരുടെങ്കിലും ഹൃദയത്തിനകത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ, കോഴിയൊക്കെ കണ്ടിട്ടുണ്ടോ? കോഴിയൊക്കെ പറമ്പിൽ നിന്ന് ഇങ്ങനെ ചെകയും. എന്താ ചെകയുന്നത്? ആർക്കറിയാം എന്താ ചെകയുന്നതെന്ന്? ഇങ്ങനെ ചെകഞ്ഞോണ്ടേയിരിക്കും, അല്ലെ? ചെകഞ്ഞ് 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 ഇങ്ങനെ നടക്കും. അങ്ങനെ ചെകയുന്ന ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ സ്വഭാവം വിട്ടുകളയണം. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടെങ്കിൽ അതെന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണം. ഇന്ന് എനിക്ക് ആ സ്വഭാവം വിട്ടുകളയണം. എന്താണെന്നറിയോ? കുറ്റപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ജോലിയല്ല. കുറ്റപ്പെടുത്തുന്ന ദൈവ പൈതലിന്റെ ജോലിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്നത് വിട്ടുകളയാൻ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കണം. പകരം എന്ത് പണിതെടുക്കണം? മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന സ്വഭാവമായിരിക്കണം. ഇന്ന് കുറ്റപ്പെടുത്തുന്നതിനകത്ത് ആരെങ്കിലും ഭാരപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പറയണം, എന്നെ ആർക്കും കുറ്റം വിധിക്കാൻ സാധിക്കത്തില്ല. ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് എനിക്ക് പ്രതികൂലമായി, എനിക്കെതിരായി, എന്നെ എതിര് വിധിക്കുന്ന ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല.
കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. വചനം എടുത്ത് പ്രാർത്ഥിക്കണം. അവസ്ഥകള് വളരെ ബുദ്ധിമുട്ടുള്ളത്, മറ്റുള്ളവരുടെ വാക്കുകൾ നിരാശപ്പെടുത്തുമ്പോൾ ഈ വാക്യം എടുത്ത് പ്രാർത്ഥിക്കണം. എനിക്കെതിരായി ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. എനിക്ക് കർത്താവ് പ്രതികൂലം അല്ലെങ്കിൽ എനിക്ക് ഹല്ലേലൂയ ആർക്കും പ്രതികൂലം നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവം എനിക്ക് അനുകൂലമാ. ദൈവം എന്നെ തേജസ്സും കൊണ്ട് അണിഞ്ഞിരിക്കുക. ദൈവം എപ്പോഴും എനിക്ക് അനുകൂലമായി നിൽക്കുക. അതുകൊണ്ട് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായി തീരണം. എൻ്റെ അവസ്ഥകൾ എനിക്ക് അനുകൂലമായി തീരണം. എൻ്റെ ആരോഗ്യം എനിക്ക് അനുകൂലമായി തീരണം. എൻ്റെ സാമ്പത്തികം എനിക്ക് അനുകൂലമായി തീരണം. എൻ്റെ കുടുംബജീവിതം എനിക്ക് അനുകൂലമായി തീരണം. എൻ്റെ ബോസ് എനിക്ക് അനുകൂലമായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും സാഹചര്യങ്ങളും എൻ്റെ ബിസിനസ്സും ജോലിയും സകലതും എനിക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. സകലരും എനിക്ക് അനുകൂലമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഹല്ലേലൂയ. തന്നെ കുറിച്ചുള്ള വിളി എല്ലാവർക്കും തിരിച്ചറിയുവാൻ ഈ വചനം ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മയാൽ നിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.